സാധാരണ മനുഷ്യന്റെ ജീവിതത്തിൽ ഭയമുളവാകുന്ന, അസ്വസ്ഥത ഉളവാക്കുന്ന സംഭവങ്ങൾക്ക് നാം ഓരോരുത്തരും സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ഈ പ്രത്യേക കാലത്ത് സുവിശേഷത്തിന് വളരെ പ്രസക്തിയുണ്ട്. സുവിശേഷം എന്ന് പറയുമ്പോൾ സുവിശേഷം ഒരു മതപ്രസംഗമല്ല. സുവിശേഷത്തിന്റെ കാതലായ യേശുക്രിസ്തുവിനെയാണ് ചുരുക്കം നിമിഷങ്ങൾ കൊണ്ട് ഞങ്ങളിവിടെ ഉയർത്തി കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. പ്രിയരെ, യേശുക്രിസ്തു ഒരു മതസ്ഥാപകനല്ല. വിശുദ്ധ ബൈബിളിനെ കുറിച്ച് പഠിക്കുമ്പോൾ ബൈബിൾ ഒരു മതഗ്രന്ഥവുമല്ല. സുവിശേഷം എന്ന് പറഞ്ഞാൽ സുവിശേഷത്തെ കുറിച്ച് വിശുദ്ധ ബൈബിൾ പറയുന്നത് സകല ജാതികൾക്കും ഉണ്ടാകുവാനുള്ള ഒരു മഹാ സന്തോഷം എന്നാണ്. യേശുക്രിസ്തു ആരാണ്? യേശുക്രിസ്തു ഈ ഭൂമിയിൽ അവതരിച്ചത് ഒരു മതം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടല്ല, മറിച്ച് ശാന്തി നഷ്ടപ്പെട്ട, സമാധാനം നഷ്ടപ്പെട്ട മനുഷ്യകുലത്തിന്, മനുഷ്യജാതിക്ക് ശാന്തിയും സമാധാനവും നൽകി അവനെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുന്നതിനാണ് ദൈവത്തിന്റെ പുത്രനായ യേശുക്രിസ്തു ഇന്നേക്ക് 2000 വർഷങ്ങൾക്കപ്പുറം മനുഷ്യവേഷമെടുത്ത് ഈ ഭൂമിയിൽ അവതരിക്കാനായിട്ട് ഇടയായത്. നമുക്കറിയാം, 2025 എന്ന വർഷത്തിന്റെ സമാപന ദിവസങ്ങളിലേക്ക് നാം എത്തി നിൽക്കുക. 11ാമത്തെ മാസത്തിന്റെ 15-ാം തീയതിയിൽ എത്തിയിരിക്കുക. ഇനി ഒരു മാസം കൂടെ കഴിയുമ്പോൾ 2025 എന്ന വർഷം നമ്മളെ വിട്ട് ആയുഷിൽ ഒരു പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുക. ഒരു പുതുവത്സരത്തെ ആവേശപൂർവ്വം വരവേൽക്കുവാൻ നാം ഓരോരുത്തരും ഒരുങ്ങിയിരിക്കുക. അതുപോലെ തന്നെയാണ് ലോകമെങ്ങുമുള്ള മനുഷ്യർ രക്ഷകന്റെ തിരുപ്പിറവി ആഘോഷിക്കുന്ന ആഘോഷവേളയിലേക്ക് എത്തി നിൽക്കുന്നു. മനസ്സിലാക്കണം, യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവി ഈ ലോകത്തോട് വിളിച്ചറിയിച്ച സ്വർഗീയ മാലാഖമാരെ പറഞ്ഞ ഒരു സത്വാർത്ത ഇങ്ങനെയാണ്: അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. മനുഷ്യന് സമാധാനം നൽകുവാനും മനുഷ്യന് സന്തോഷം നൽകുവാനും ഈ ഭൂമിയിൽ അവതരിച്ച രക്ഷകനാണ് കർത്താവായ യേശുക്രിസ്തു. ആ യേശുക്രിസ്തു ഏതൊരു മനുഷ്യന്റെ ഹൃദയത്തിൽ വന്നിട്ടുണ്ടോ അവനെ യേശുവിലൂടെയുള്ള സമാധാനവും സന്തോഷവും പ്രാപിക്കാനായിട്ട് കഴിയും. നമ്മുടെ ഇടങ്ങളിലായി ഞങ്ങൾ ശ്രമിക്കുന്ന സ്നേഹിതരെ, പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ സമാധാനമില്ലാതെ ഭാരപ്പെടുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, ആരാലും പരിഹരിക്കാൻ കഴിയാത്ത പ്രതിസന്ധികളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകാൻ കഴിയുന്നതും ശാന്തിയും സമാധാനവും ഇല്ലാത്ത നിങ്ങളുടെ ജീവിതത്തിന് സമാധാനവും സന്തോഷവും നൽകുവാൻ കഴിയുന്ന സന്ദേശമാണ് സുവിശേഷത്തിന്റെ സന്ദേശവും സുവിശേഷത്തിന്റെ കാതലായ യേശുക്രിസ്തുവിന്റെ സന്ദേശവും. നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത് കേരളമെന്ന മനോഹരമായ ഒരു സംസ്ഥാനത്താണ്. കേരളം മനോഹരാകെ പ്രശസ്തമായ ഒരു നാടാണ്, ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന പേരിൽ. ഭാരതത്തിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഭാഷാ വൈവിധ്യം കൊണ്ടും സാംസ്കാരിക തനിമ കൊണ്ടും സാക്ഷരതയിലെ സമ്പന്നതകൾ കൊണ്ടൊക്കെ വേറിട്ട് നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ഒരു മലയാളിയായി ജനിക്കാനും കേരളത്തിൽ ജീവിക്കാനും കഴിയുന്നത് നമുക്കൊക്കെ അഭിമാനം ഉള്ള ഒരു വസ്തുത തന്നെയാണ്. എന്നാൽ ഈ വർത്തമാനകാല കേരളം, അല്ലെങ്കിൽ സാക്ഷരതയിൽ സമ്പന്നരെന്ന് അഭിമാനിക്കുന്ന മലയാളികൾ ഈ കാലത്ത് നേരിടുന്ന ഏറ്റവും വലിയ സാമൂഹിക വിപത്ത് എന്ന് പറഞ്ഞാൽ തൊഴിലില്ലായ്മയോ ഭക്ഷ്യക്ഷാമമോ ഒന്നുമല്ല. ആ കേരളം നേരിടുന്ന ഏറ്റവും വലിയ സാമൂഹിക വിപത്ത് എന്ന് പറയുന്നത് മദ്യം, മയക്കുമരുന്ന് പോലെയുള്ള ലഹരി വസ്തുക്കളുടെ ഉപയോഗമാണ് എന്ന് പറഞ്ഞാൽ അതങ്ങനെയല്ല എന്ന് ആർക്കും തിരസ്കരിക്കാനായിട്ട് കഴിയത്തില്ല. പണ്ടൊക്കെ മലയാളികൾ കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത് കള്ളും ചാരായവും പട്ടയും പോലെയുള്ള ലഹരി വസ്തുക്കളാണെങ്കിൽ ഇന്ന് ഒരു സാധാരണ മലയാളികൾക്ക് വായിച്ചാലും കേട്ടാലും മനസ്സിലാക്കാൻ കഴിയാത്ത രാസലഹരികൾ, സിന്തറ്റിക് ലഹരികൾ, MDMA എന്ന പേരിലൊക്കെ ചുരുക്കെഴുത്തുകളിൽ നമ്മുടെ നാടുകളിൽ പോലും സുലഭമായി ലഭ്യമാവുകയാണ്. ഞങ്ങളെ ശ്രമിക്കുന്ന സ്നേഹിതരെ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ ലഹരി വസ്തു മനുഷ്യൻ അല്പനേരത്തെ സന്തോഷത്തിന് വേണ്ടി, അല്പനേരത്തെ ഉന്മാദത്തിന് വേണ്ടിയൊക്കെ മനുഷ്യൻ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ഈ ലഹരിയുടെ ഉപയോഗത്തിന് ഒരു പരിഹാരം വരുത്തി മനുഷ്യനെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ സമസ്ത മേഖലകളിൽ അല്ലെങ്കിൽ വിപുലമായ രീതികളിലുള്ള ബോധവൽക്കരണ പദ്ധതികളൊക്കെ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരികയാണ്. എന്നാൽ കണക്കുകളൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് ഇതൊന്നും മലയാളിയുടെ ലഹരി ഉപയോഗത്തെ പിന്നിലേക്ക് തിരിക്കുന്നില്ല, മനസ്സിന് മാറ്റം വരുത്തുന്നില്ല എന്നുള്ളതാണ്. ഇവിടെയാണ് സുവിശേഷത്തിന്റെ പ്രസക്തി ഉണ്ടാകുന്നത്. മനുഷ്യനെ ഇസങ്ങൾ കൊണ്ടും തത്വസംഹിതകൾ കൊണ്ടൊന്നും മാറ്റം വരുത്താൻ കഴിയാതിരിക്കുമ്പോൾ ഏത് മനുഷ്യന്റെയും മനസ്സിന് മാറ്റം വരുത്തുവാൻ കഴിയുന്നത് സുവിശേഷത്തിന്റെ സന്ദേശമാണ്. എന്താണ് സുവിശേഷം?
സുവിശേഷത്തിൽ ഇങ്ങനെ പറയുന്നു, ദാവീദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ചടക്കപ്പെട്ട 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, ഇതാകുന്നു ഞങ്ങളുടെ സുവിശേഷം. സ്നേഹിതരെ, പ്രതീക്ഷ നഷ്ടപ്പെട്ട മനുഷ്യന് പ്രതീക്ഷ നൽകുന്ന, സമാധാനമില്ലാത്ത മനുഷ്യജീവന് സമാധാനം നൽകുന്ന സന്ദേശമാണ് യേശുക്രിസ്തുവിന്റെ സുവിശേഷ സന്ദേശം. ആ സുവിശേഷ സന്ദേശം എവിടെയൊക്കെ എത്തിയിട്ടുണ്ടോ അതെല്ലാം മനുഷ്യന്റെ മനസ്സിന് മാറ്റം വരുത്തിയിട്ടുണ്ട്, മനുഷ്യന്റെ രീതികൾക്ക് മാറ്റം വരുത്തിയിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ നാട് ഇങ്ങനെയല്ലായിരുന്നു. അനേക ദുഷിച്ച ദുരാചാരങ്ങളും അറുവറപ്പൻ ജാതി വ്യവസ്ഥകളും നിലനിന്നിരുന്ന ഈ നാടിന് വ്യത്യാസം വരുത്തിയത് വിശുദ്ധ ബൈബിളിന്റെയും സുവിശേഷത്തിന്റെയും ആഗമനമാണ് എന്ന് ഞങ്ങൾ ഇവിടെ ഉറപ്പിച്ചു പറഞ്ഞാൽ അതല്ല, അങ്ങനെയല്ല എന്ന് ആർക്കും തിരസ്കരിക്കാനായിട്ട് കഴിയത്തില്ല. നമ്മൾ മനസ്സിലാക്കണം, മരവുരുവും മരത്തോലും ഉടുത്ത് ജീവിച്ചിരുന്ന അപരിചിതനായ മനുഷ്യനെ ഈ സംസ്കൃത സമൂഹത്തിന്റെ ഭാഗമാക്കിയതിൽ ബൈബിളിന്റെ പങ്ക് നമുക്ക് വിസ്മരിക്കാൻ കഴിയത്തില്ല. അങ്ങനെയെങ്കിൽ സ്നേഹിതരെ, സമാധാനമില്ലാത്ത ഒരു ജീവിതം നിങ്ങൾ നയിക്കുന്നുണ്ടെങ്കിൽ, ആരാലും പരിഹരിക്കാൻ കഴിയാത്ത പ്രതിസന്ധികൾ നിങ്ങൾ അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ വിടുവിക്കാൻ കഴിയുന്ന, നിങ്ങളുടെ ജീവിതത്തിന് ശാന്തിയും സമാധാനവും നൽകാൻ കഴിയുന്ന രക്ഷാപുരുഷൻ, രക്ഷയുടെ സന്ദേശം, അത് സുവിശേഷമാണ്, അത് കർത്താവായ യേശുക്രിസ്തുവാണ്. ഞങ്ങളുടെ വാക്കുകൾ ഇവിടെ പരിമിതപ്പെടുത്തുവാൻ ആഗ്രഹിക്കുമ്പോൾ സ്നേഹിത, യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷ സൗജന്യമാണ്. അതിന് നിങ്ങൾ വില നൽകേണ്ട ആവശ്യമില്ല. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുകയോ തീർത്ഥയാത്രകളും കർമ്മങ്ങളും വഴിപാടുകളും ഒന്നും അനുഷ്ഠിക്കേണ്ട ആവശ്യമില്ല. ഒരു നിമിഷം ഹൃദയം തുറന്ന്, യേശുവേ, ഞാനൊരു പാപിയാണ്, എന്റെ പാപത്തിന് പരിഹാരമാകുവാൻ അങ്ങ് ഈ ഭൂമിയിൽ അവതരിച്ചു, അവിടുത്തെ രക്തത്താൽ എന്റെ പാപങ്ങൾ കഴുകിക്കളയണമേ, അങ്ങയുടെ നാമത്തിലുള്ള സന്തോഷവും സമാധാനവും എന്റെ ജീവിതത്തിൽ നൽകണമേ, യേശുവിലൂടെയുള്ള നിത്യജീവൻ അവകാശമാക്കുവാൻ എന്നെ പ്രാപ്തനാക്കണമേ എന്നാരെ യേശുവിനോട് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുമോ സ്നേഹിതരെ, അവർ യേശുവിലൂടെയുള്ള രക്ഷ സൗജന്യമായി അവകാശമാക്കുവാൻ കഴിയും. ഞങ്ങളിവിടെ സംസാരിച്ച തിരുവചന സന്ദേശങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായി അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ സമീപത്ത് പ്രവർത്തിക്കുന്ന മിഴുവേലി ചത്തപ്പൂട് സഭയുമായിട്ട് ബന്ധപ്പെടുവാൻ സ്നേഹത്തോടെ ഓർപ്പിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥന ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ സന്നദ്ധരാണ് എന്ന കാര്യം ഓർപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ കേൾവിക്കാർക്ക് ഏവർക്കും സർവേശ്വരനായ ദൈവം ആയുരാരോഗ്യ സൗഖ്യങ്ങൾ അളവ് കൂടാതെ നൽകി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. സർവശക്തൻ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു വാക്കിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കരുണയുള്ള ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല